ഇതിലെ ബ്രീഡ് ഏതാന്ന് പറഞ്ഞു? ഇത് ഏത് തരത്തിലുള്ള ഇനം കണ്ടലാന്ന് പറഞ്ഞു? ഇത് മറ്റേ ലൈസഫോറ. ഇതിനാണ് ഇത്ര ഹൈറ്റിലേക്ക് പോകുന്നത്. നമ്മളുടെ ഈ കടലുണ്ടി ഭാഗത്ത് കാണുന്ന കണ്ടലിൽ ഇത്ര ഹൈറ്റിലേക്ക് അത് ഹൈറ്റിൽ പോവാണ്ടാണ്, പോവില്ല. അത് ഇവിടത്തെ ഈ മണ്ണിന്റെ വ്യത്യാസമാണ്. ഇവിടത്തെ ചതുപ്പ് നിലത്തിലുള്ള മണലിന്റെ ഈ ചളിയുടെ വ്യത്യാസമാണ് ഇവിടെ ഹൈറ്റ് കൂടി പോകുന്നത്. ഓക്കെ. നമ്മുടെ കണ്ടൽ പൊക്കുടനെ സ്മരിച്ചുകൊണ്ട് തന്നെയാണ് ശരിക്കും ഈ യാത്ര കേട്ടോ. ശരിക്കും പ്രകൃതിയുടെ ശ്വാസകോശം തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്ന കണ്ടൽക്കാട്. ഇത് തൃശ്ശൂർ, ഗുരുവായൂർ, എറണാകുളം റൂട്ടിൽ ചേറ്റുവ എന്ന് പറയുന്ന സ്ഥലത്തിനോട് ചേർന്നുള്ള, ചേറ്റുവ പാലത്തിനോട് ചേർന്നുള്ള വഴിക്ക് പോയി ഒരുമനയൂർ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കണ്ടൽ കാട് കാണാനുള്ള യാത്രയാണ്. വഞ്ചിയിലാണ് യാത്ര. 35 വർഷമായി ഞങ്ങൾ ഇത് വെച്ച് പിടിപ്പിച്ചത്. അപ്പോൾ കണ്ടൽക്കാടുകൾ വലിയൊരു അനുഗ്രഹമാണ്. ഒരുപാട് കിളികൾക്ക് വന്നിരിക്കാനായിട്ടുള്ള സ്ഥലമാണ്. ഒരു വലിയ ആവാസ വ്യവസ്ഥയാണെന്ന് ശരിക്കും നമ്മളിത് കാണുമ്പോൾ അനുഭവിക്കും. പിന്നെ മാത്രമല്ല മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങൾ, ഈ പറയുന്ന യൂണിഫോൺ സൗണ്ടുകൾ, പ്രകൃതിയിലുള്ള യൂണിഫോൺ ശബ്ദങ്ങൾ, കിളികളുടെ ശബ്ദം, പുഴയുടെ ശബ്ദം, കായലിൻ്റെയോ പുഴയുടെയോ ശബ്ദമൊക്കെ ഇതൊക്കെ കേട്ട് ഇങ്ങനെ രസിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണത്. ഈ കാടിന്റെ നാനാഭാഗത്തുനിന്ന് വന്നു പറയും. കാടിന്റെ നാനാഭാഗത്തുനിന്ന് ഫുള്ളാവും. കുറച്ച് കഴിഞ്ഞ് കേൾക്കാൻ അടുത്ത കൂട്ടം പറഞ്ഞാ അടുത്ത കൂട്ടം പറഞ്ഞേക്ക് എത്ര പറഞ്ഞത് നോക്കൊക്കെ ഇതിന്റെ ഉള്ളിലേക്കാണ് ഈ പറഞ്ഞത്. ഉണ്ടാ ഏറോ പോലത്തെ ഈ സാധനം ഉണ്ട്. നമ്മളിങ്ങനെ കുത്തി എറിഞ്ഞാല് ഇങ്ങനെ എറിഞ്ഞ് പിടിപ്പിക്കും. കണ്ട ഇങ്ങനെ കുത്തി എറിയുമ്പോ ഇങ്ങനെ കുത്തി പിടിക്കും. അങ്ങനെ ഈ ചളിയാണല്ലോ, അതിനോടൊക്കെ എറിഞ്ഞാൽ ശരിക്കും കുത്തി പിടിക്കും. പച്ചണോർത്തൊക്കെ ഞങ്ങൾ ഇതുവരെ പൂട്ടിട്ടിട്ട് ഇറങ്ങിപ്പോയി കുത്തി. പക്ഷെ അതിന്റെ പൂവില്ലേ, ഈ ചുള്ളി മുള്ളു, ആ സാധനത്തിന്റെ നീലക്കുറിഞ്ഞ് പൂക്കെന്ന് പറയുന്നത് അതേമാതിരി നീല കളറാണ്. നല്ല രസമായിരുന്നു സാധനം. പക്ഷെ ഇപ്പൊ ഓക്സിജൻ കിട്ടാതായപ്പോ കംപ്ലീറ്റ് നശിച്ചു പോയി. പിള്ളേർക്ക് പഠിക്കാൻ വരാനാണ് കാണിച്ചു കൊടുക്കുക. അക്കരെ പോയിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുന്നു. ഇപ്പൊ ഈ പറഞ്ഞ ഈ മുള്ളുള്ള ചെടി ഒക്കെ നശിച്ചു പോയി. ഒരു കട ഉണ്ടായിരുന്നു അപ്പൊ നമ്മളിങ്ങോട്ട് തിരിഞ്ഞ സ്ഥലത്ത്, അതും പോയി. അത് വേറെ കണ്ട എലിനാണ്ട ഇതിന്റെ കൂട്ടത്തില് കയാക്കിങ്കാര്, കുറച്ച് കൂട്ടുകാര് നമ്മുടെ കൂടെ ഈ കണ്ടൽക്കാട് കാണുന്ന വഞ്ചിയിലാണ് നമ്മൾ. അതിന്റെ കൂട്ടത്തില് കയാക്കിങ് ചെയ്യുന്ന കുറെ ചേട്ടന്മാരെ കണ്ടു കേട്ടോ. അപ്പോൾ ഇതൊരു രസകരമായിട്ടുള്ള ട്രിപ്പാണ് സത്യത്തിൽ. കുറച്ച് നമ്മളൊരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മെഡിറ്റേഷൻ എന്നുള്ള രീതിയിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു യാത്രയായിട്ടാണ് അനുഭവപ്പെടുക. ഇപ്പൊ സമയം ഏകദേശം 6:30 മണിയായിട്ടുണ്ടാവേ. അപ്പോൾ കിളികൾ കൂട് കൂട്ടാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ റൗണ്ട് അടിച്ച് ഇങ്ങനെ പറക്കാറൊക്കെ ഉണ്ട്. എന്ത് പൊക്കെ പോണ എത്ര ലക്ഷക്കണക്കിന് ഉണ്ടാവില്ല ഇതിനകത്ത്. കുറഞ്ഞിട്ടാണ് ഈ ആറ്റക്കിളികള് വലിയ മാറാനവിടെ വണ്ടിയിൽ ഡ്രസ് ഉണ്ടാ? വണ്ടിയിൽ ഡ്രസ് ഉണ്ട് കേട്ടാ. അപ്പൊ അവിടെ പോയിട്ട് മാറാം കേട്ടാ. ഓക്കെ, നീ വണ്ടി കയറുമ്പോഴേ മാറാം കേട്ടാ.